ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനം, സംയോജിത സമീപനം എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി എല്ലാം നോക്കിക്കാണുന്നത്, ലോകത്തെ നോക്കിക്കാണുന്നത് സമഗ്രതയിലാണ്, സമഗ്രതയോടുകൂടിയാണ്, മൊത്തമായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? വിഷയാടിസ്ഥാനത്തിൽ കുട്ടിക്ക് കൊടുക്കാതെ മലയാളം ഇതാണ്, EVS പരിസര പഠനം ഇതാണ്, ഗണിതത്തിലെ ശേഷികൾ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിച്ചു കൊടുക്കാതെ ഒരു പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ അതിൽ അവനറിയാതെ തന്നെ എല്ലാ വിഷയത്തിൻ്റെയും ശേഷികൾ സ്വയമേവ അത് അറിയാതെ തന്നെ പഠിച്ചു പോവുക എന്നുള്ള ഒരു സമീപനമാണ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പഠനം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രസകരവും ഹൃദ്യവും ആയ ഒരു അനുഭവമായിട്ട് മാറും. ഒരു തുടർച്ച അതിനുണ്ടാവും. അവൻ വളരെയധികം ജിജ്ഞാസ പുലർത്തിപ്പോരും. അവൻ ഇൻക്വിസിറ്റീവ്നെസ് അല്ലെങ്കിൽ അന്വേഷണത്വര അവനിൽ എപ്പോഴും ഉണ്ടാകും. അവനിൽ ഇമാജിനേഷൻ ഉണ്ടാകും. ഇതാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യവും. ഇന്ന് ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 വീട് നല്ല വീട് എന്നുള്ള പാഠഭാഗമാണ്. മക്കളെ, ടീച്ചർ ഒരു ചാർട്ട് കാണിക്കാൻ പോവാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ ചാർട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഉറക്കെ പറയണം, ഉറക്കെ പറയണം, എന്നാലേ ടീച്ചർക്ക് കേൾക്കുള്ളൂ. ടീച്ചർ ചിത്രം കാണിച്ചു തരാം, ചാർട്ട് കാണിച്ചു തരാം, നോക്കിക്കോളൂ. എല്ലാവരും സൂക്ഷ്മമായിട്ട് ചിത്രം നോക്കിയേ, ചിത്രങ്ങൾ നോക്കൂ. എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങള്? എന്തെല്ലാം കാണുന്നുണ്ട്? എന്തൊക്കെ കാണുന്നുണ്ട്? ഇഷ്ടമായോ ചിത്രങ്ങള്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പറയുന്നുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടു. കണ്ടോ? എല്ലാവരും ചിത്രങ്ങൾ എല്ലാരും കണ്ടോ? ഇഷ്ടായോ? ചിത്രങ്ങൾ ഇഷ്ടായോ? എന്തൊക്കെയാ കണ്ടത്? ടീച്ചറോട് പറഞ്ഞ് എന്തൊക്കെയാ കണ്ടത്? വീട് കണ്ടോ? ഹായ്, വീട്, നല്ല വീട് അല്ലേ? എന്തു നല്ല വീടാ. ടീച്ചർക്ക് ഇഷ്ടായി. നിങ്ങൾക്ക് ഇഷ്ടായോ? അതെയോ? ഇഷ്ടായി. ഓക്കെ, ടീച്ചർ വരച്ചതാണ് കേട്ടോ. ഇത് ടീച്ചർ വരച്ച വീടാണ്. പിന്നെന്തെല്ലാം കണ്ടു? എന്ത് കണ്ടു? ആരെ കണ്ടു? അത് ശരി, ഇവരെ കണ്ടു അല്ലേ? പെൺകുട്ടികൾ നിൽക്കുന്നത് കണ്ടു. കണ്ടോ? പെൺകുട്ടികൾ 2 പേര് നിൽക്കുന്നുണ്ട്. വർത്തമാനം പറയുന്നു അവര് അല്ലേ? സുന്ദരി കുട്ടികള്. പിന്നെ എന്ത് കണ്ടു? തെങ്ങ് അല്ലേ? ഇതെന്താണ്? എന്താ കണ്ടത്? തെങ്ങ് കണ്ടു. 2 തെങ്ങുകളുണ്ട് അല്ലേ? 2 തെങ്ങുകൾ ഉണ്ട്. പിന്നെന്താ കണ്ടേ? അതേ പറഞ്ഞല്ലോ, പശുവിനെ കണ്ടു. പശുക്കുട്ടിയെ കണ്ടു. നല്ല കുട്ടികള്. എന്തൊരു സുന്ദരി പശുവാണ് അല്ലേ? നല്ല വെളുത്ത സുന്ദരി പശു. പശുക്കിടാവ് കണ്ടോ? നമ്മളെ തന്നെ നോക്കി നിൽക്കാൻ തോന്നുന്നു അല്ലേ? നമ്മളെ നോക്കി നിൽക്കുന്നു. പശുവുണ്ട്, പശുക്കിടാവും ഉണ്ട്. പിന്നെയോ, വീടിന്റെ അടുത്ത് നോക്കിയേ. എന്താ? പ്ലാവ്. ശരി തന്നെ, പ്ലാവ്. പ്ലാവുമ്മ എന്തെല്ലാം ഉണ്ട്? പ്ലാവുമ്മ എന്താ ഉള്ളേ? ചക്കയുണ്ട്, ചക്കപ്പഴം ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടാണോ ചക്കപ്പഴം കഴിക്കാൻ? ചക്കപ്പഴം കഴിക്കാൻ ഇഷ്ടാണോ? ആണോ? അമ്മ ചക്കപ്പായസം ഉണ്ടാക്കി തന്നോ? നല്ലതായിരുന്നോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ചക്ക കൊണ്ട് എന്തെല്ലാം
അമ്മ ഉണ്ടാക്കി തരുന്നല്ലേ. കറികൾ ഉണ്ടാക്കി തരുന്നുണ്ട്. തോരൻ അല്ലേ, തോരൻ, ഉപ്പേരി, പായസം, ചക്കപ്പഴം കൊണ്ട് പായസം ഒക്കെ ഉണ്ടാക്കി തരും അല്ലേ. വയറ് നിറച്ച് കഴിക്കും അല്ലേ വീട്ടിലിരുന്ന്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു പ്ലാവ്. ഈ കുഞ്ഞു പ്ലാവിനെയും കണ്ടോ? കുഞ്ഞു പ്ലാവിനെ കണ്ടോ? പ്ലാവില് നോക്കൂ, ചക്കയില്ലേ? ചക്കയുണ്ടല്ലേ. ഈ കുഞ്ഞു പ്ലാവിലും ചക്കയുണ്ട്, ചക്കകളുണ്ട്. പശുവിന്റെ അടുത്ത് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. പുല്ലൊക്കെ തിന്നുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇത് ടീച്ചർ വരച്ച വീടാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വരച്ച വീടാണ്. നല്ല വീടാണല്ലേ, നല്ല ഭംഗിയില്ലേ? എന്തു നല്ല വീടാ അല്ലേ? ടീച്ചറിന്റെ സ്വന്തം വീടാണ്. നിങ്ങൾക്കും വരയ്ക്കണ്ടേ ഒരു വീട്? ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് വീട് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ വീടിനെ പറ്റി ഞാനൊരു പാട്ട് പാടാൻ പോവാ. ടീച്ചർ ഒരു പാട്ട് പാടാൻ പോവാ. നിങ്ങളും പാടുവോ കൂടെ? പാടണം കേട്ടോ, ഉറക്കെ പാടണം. വീട് നല്ല വീട്, പഠിക്കേ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഇനി നിങ്ങളൊന്ന് പാടി നോക്കോ? നമുക്ക് ഒരുമിച്ച് പാടാം എന്നാ. വീട് നല്ല വീട്, വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇഷ്ടമായോ? ആണോ? ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനി നോക്കിയേ, ഒരു കുഞ്ഞിത് കണ്ടോ? കുഞ്ഞിത്. ഇതാരാ? ഇവിടെ ആരാ പാർക്ക? കോഴികൾ അല്ലേ? കോഴിക്കൂടുണ്ട് അല്ലേ ഇവിടെ? കോഴിക്കൂടുണ്ട്. കണ്ടോ? കോഴിക്കൂട് കണ്ടോ? ഇവിടെ കോഴികള് പാർക്കും അല്ലേ? ഇവിടെയോ? ഇവിടെ നമ്മള് പാർക്കും അല്ലേ? അപ്പൊ നമുക്ക് പാർക്കാൻ വീടുമുണ്ട്, കോഴികൾക്ക് കോഴിക്കൂടുമുണ്ട് അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും കൂടുണ്ട് അല്ലേ? വീടുണ്ട്, താമസിക്കാനൊരു സ്ഥലമുണ്ട് അല്ലേ? കുട്ടികളെ ഒന്നുകൂടി പറഞ്ഞേ, ഇതെന്താണ്? എന്താണ്? ഉറക്കെ പറഞ്ഞേ. അറിയാം, നിങ്ങൾക്കറിയാം. വീട് അല്ലേ? ടീച്ചർ എഴുതി കാണിക്കാം കേട്ടോ. വീട് എഴുതട്ടെ. വ വീ ദ മാത്രം. വീട്. നോക്കേ, വീട് പറഞ്ഞേ. വീട്. എന്താണ്? വീട്. ടീച്ചർ എഴുതിയിരിക്കുന്ന വീട് എന്നാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ വീട് വരയ്ക്കാൻ പഠിപ്പിച്ചു തരാമെന്ന്. ടീച്ചർ വേഗം വീട് വരച്ച് കാണിച്ചു തരാം. അപ്പൊ വീടിന്റെ അടുത്തൊരു മരവും ഒരു സൂര്യനെയും ഒക്കെ വരയ്ക്കാം നമുക്ക് കേട്ടോ. നോക്കിക്കോ. ഇഷ്ടായോ? വീട്. വീടിന് ഇതും കൂടെ കൊടുക്കാം.
വീട് ഇഷ്ടമായോ? ഇതുപോലെ നിങ്ങൾ വീട് വരയ്ക്കണം, നോക്കിയിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പൊ മരം വരച്ചു, മരത്തിന് നമുക്ക് ഇലയ്ക്ക് കളറെല്ലാം കൊടുക്കാം, അറിയില്ലേ? പച്ച കളർ കൊടുക്കാം അല്ലേ? സണ്ണ്, സൂര്യൻ വന്നു, അപ്പൊ സൂര്യൻ എന്തെല്ലാം കൊടുക്കാം? ഓറഞ്ച് കളർ കൊടുത്തോളൂ, അല്ലെങ്കിൽ യെല്ലോ, മഞ്ഞ കളർ കൊടുത്തോളൂ കേട്ടോ. വീടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി വരച്ച വീടിന് ഞാൻ വരച്ച വീട് എന്നുള്ള പാട്ടും നിങ്ങൾ പാടണം. വീട് നിങ്ങൾ വരച്ചിട്ട് ആ വീടിനെ നോക്കി പാടണം, ടീച്ചർ പാടിയ പോലെ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എൻ്റെ എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. അതൊന്ന് പാടണം കേട്ടോ. എന്നിട്ട് വീട് എന്ന് എഴുതുകയും വേണം. സമ്മതിച്ചോ? ടീച്ചർക്ക് അറിയാം നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല വീടുകൾ വരയ്ക്കാൻ അറിയാമെന്ന്. നല്ല വീടുകൾ വരയ്ക്കണം കേട്ടോ. നിങ്ങളുടെ ഭാവനയനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീടുകൾ വരയ്ക്കണം കേട്ടോ. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് പാർക്കാനായിട്ട് വീടുണ്ട് അല്ലേ? നമുക്ക് പാർക്കാൻ വീടുണ്ട്. അപ്പൊ കോഴിക്ക് കോഴിക്കോടുണ്ട് അല്ലേ? ഒന്ന് നോക്കേ, ഇതില് ഏതാ വലുത് പറയാമോ? ഏതാ വലുത്? തൊട്ട് കാണിച്ചു തന്നെ ടീച്ചർക്ക്. ഏതാ വലുത്? ഇതല്ലേ? നല്ല കുട്ടികൾ, ഇതാണ് വലുത് അല്ലേ? അറിയാം. പിന്നെ ടീച്ചർ പറയട്ടെ, പശുവുമുണ്ട്, പശുക്കിടാവുമുണ്ട്. ആരാ വലുത്? അറിയാം, ചിരിക്കുന്നു നിങ്ങള്. ആരാ വലുത്? പശുവാണ് വലുത് അല്ലേ? ചെറുത് പശുക്കിടാവുമാണ് അല്ലേ? നല്ല കുട്ടികള്. അപ്പോഴേ നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ, കോഴിക്കോടിന് പുറത്ത് കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ തേടി നടക്കുകയാണ് അല്ലേ? നമ്മൾ കണ്ടതല്ലേ? അപ്പോഴേ പെട്ടെന്ന് ഒരു ശബ്ദം, പട 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 പടാ, ഒരു ചിറകടി ഒച്ച, ചിറകടി കേട്ടു. കുഞ്ഞു കോഴി പേടിച്ചു വരച്ചു. കാക്ക പറഞ്ഞു, ഓടിക്കോ. ആരാണ്? പരുന്ത്. പരുന്ത് എന്ത് ചെയ്യും? കുഞ്ഞു കോഴികളെ പിടിച്ചുകൊണ്ട് റാഞ്ചി കൊണ്ടുപോയി മരക്കൊമ്പിലൊക്കെ കൊണ്ടുവച്ച് അവർ കഴിക്കും അല്ലേ? തിന്നും, അവരുടെ ഭക്ഷണമായിട്ട്. കുഞ്ഞിക്കോഴി പേടിച്ചു വരച്ചു. ഓടിക്കോ പരുന്തെന്ന് കാക്ക വിളിച്ചു പറഞ്ഞു. അപ്പൊ ഒരാള് പറന്നു വന്നു. ആരായിരിക്കും? ആരായിരിക്കും? കുഞ്ഞുകോഴിയെ രക്ഷിക്കാൻ പറന്നു വരുന്നത് ആരായിരിക്കും? അമ്മ. അമ്മ കോഴി പറന്നു വന്നു. കുഞ്ഞുകോഴി വേഗം അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. അമ്മ പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, വേഗം വീട്ടിൽ പോകാം. അവിടെ മഴ നനയാതെ, വെയിലേൽക്കാതെ, പേടിക്കാതെ കഴിഞ്ഞിടാം. അമ്മക്കുഴി എന്താ പറഞ്ഞത്? വെയിലേൽക്കാതെ, മഴ നനയാതെ, പേടിക്കാതെ കഴിഞ്ഞിടാം. അപ്പൊ കുഞ്ഞിക്കോഴി പറയാണേ, വീടുണ്ടായത് നന്നായി. കുഞ്ഞിക്കോഴി എന്താ പറഞ്ഞേ? വീടുണ്ടായത് നന്നായി. നമുക്കോ? നമുക്ക് വീട് എന്തിനാ? അമ്മക്കോഴി പറഞ്ഞ പോലെ നമുക്കും പറയാലോ. വെയിലേൽക്കാതെ, മഴ നനയാതെ, പേടിക്കാതെ കഴിയാനായിട്ട് അവിടെ നമുക്ക് കഴിഞ്ഞിടാം. വെയിലേൽക്കാതെ എങ്ങനെ കഴിഞ്ഞിടാം വീട്ടിൽ? വെയിലേൽക്കാതെ, മഴ നനയാതെ, പേടിക്കാതെ കഴിയാനാണ് നമുക്ക് വീട്. അല്ലേ? അല്ലേ കൂട്ടുകാരെ? പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ നിർത്താണ്. അപ്പോൾ അതിൽ വരുന്നതായിട്ടുള്ള ഇപ്പോൾ ഒരു ഉദ്ഗ്രഥിത സമീപനമാണ് ടീച്ചർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തൊക്കെ ശേഷികളാണ് പ്രാപ്യമാവുക? ഗണിതം ഇവിടെ കൊണ്ടുവന്നു ടീച്ചർ. ഗണിതം അവർക്കൊരു മുന്നറിവുണ്ട്. കുട്ടികൾ 1-ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് നേരത്തെ അറിവില്ല എന്നൊരിക്കലും പറയരുത്. അവർക്ക് മുന്നറിവുണ്ട്. ചില ആശയങ്ങളെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്.
വലുത് ഏത് ചെറുത് ഏത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റും. അത് നമുക്കൊരു കൃത്യതയോടുകൂടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു കടമ. മനസ്സിലായോ? അപ്പോൾ ഗണിതത്തിന്റെ ഒരു ചെറിയൊരു ആശയം അവിടെ കിട്ടി. വലുതേതാണ് ചെറുതേതാണ്. ഇനി കൂടുതൽ പ്രോജക്ട്സ് നമുക്ക് അവിടെ പലതും വച്ച് നമ്മൾ കമ്പാരിസൺ നടത്തി അവരത് വലുതേതാ ചെറുതേതാന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ എന്താണ് ഒരു വലിയ പാത്രവും ചെറിയ പാത്രവും അങ്ങനെ എടുത്ത് കമ്പാരിസൺ നടത്തി അവർ കണ്ട് മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ ടീച്ചർ മലയാള സബ്ജക്റ്റിന്റെ ശേഷികൾ ഇവിടെ പറഞ്ഞു. അതായത് വീട് നല്ല വീട്, അത് താളത്തിൽ അവർ ചൊല്ലട്ടെ, അവര് താളാത്മകമായി ചൊല്ലുക എന്നുള്ളതാണ്, ആസ്വദിക്കട്ടെ. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലുണ്ടായ ശേഷി എന്താണ്, എന്തിനാണ് നമുക്ക് പാർപ്പിടം എന്നുള്ള ഒരു ആശയമാണ് കുട്ടിക്ക് വന്നത്. വെയിലേൽക്കാതെ മഴ നനയാതെ ഒക്കെ മറ്റാരെയും ഇപ്പോൾ പാമ്പ് അതൊക്കെ ഉണ്ടാവും, അപ്പം അതിനൊന്നും പേടിക്കാതെ നമുക്ക് കഴിയാനായിട്ട് പാർപ്പിടം നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആ ഒരു മൊത്തത്തിലൊരാശയം കൊണ്ടുവരിക, കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.